ഹായ് ഹലോ എവ്രിവൺ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇംഗ്ലീഷ് ഗെയിം കളിക്കാൻ പോകുകയാണ്. ഞാനൊരു മലയാളം വാചകം പറയും. അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ആലോചിക്കാൻ 5 സെക്കൻഡ് സമയം കിട്ടും. ഉത്തരങ്ങൾ തെറ്റിപ്പോയാലും സാരമില്ല. പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്യണം കേട്ടോ. അവസാനം എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് ബിഗിൻ. അവൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നു. ഷീ ഡാഷ് ടു ദി ഓഫീസ് എവറി ഡേ. ഗോ ആണോ ഗോസ് ആണോ? ശരിയായ ഉത്തരം ഗോസ് ആണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവൾ അഥവാ ഷീ എന്ന് പറയുന്നത് ഒരാളല്ലേ. ഇംഗ്ലീഷിൽ ഒരാളെക്കുറിച്ച് മാത്രം പറയുമ്പോൾ നമ്മൾ പ്രവൃത്തിയുടെ കൂടെ, അതായത് വേർബിന്റെ കൂടെ എസ് ചേർക്കണം. അതുകൊണ്ടാണ് ഗോ എന്നതിന് പകരം ഗോസ് എന്ന് വന്നത്. ഷീ ഗോസ് ടു ദി ഓഫീസ് എവറി ഡേ. അവൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നു. അവനൊരു ഡോക്ടറെയാണ് വിവാഹം കഴിച്ചത്. ഹീ ഈസ് മാരിഡ് ഡാഷ് എ ഡോക്ടർ. വിത്ത് ആണോ ടു ആണോ? ഉത്തരം ടു ആണ്. ഇതൊരു ട്രിക്കി ചോദ്യമാണ്. നമ്മൾ മലയാളികൾ പലപ്പോഴും വിചാരിക്കുന്നത് മാരിഡ് വിത്ത് എന്ന് പറയണമെന്നാണ്. പക്ഷേ അത് തെറ്റാണ്. ഇംഗ്ലീഷിൽ കല്യാണം കഴിച്ചു എന്ന് പറയാൻ എപ്പോഴും മാരിഡ് ടു എന്നാണ് പറയേണ്ടത്. ഹീ ഈസ് മാരിഡ് ടു എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടറെയാണ് വിവാഹം കഴിച്ചത്. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ ഡാഷ് യെസ്റ്റർഡേ. മീറ്റാണോ മെറ്റാണോ? ഉത്തരം മെറ്റാണ്. ഇവിടെ നമ്മൾ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞുപോയ കാര്യം പറയുമ്പോൾ മീറ്റ് എന്ന് പറയാൻ പാടില്ല. മീറ്റ് എന്ന വാക്കിന്റെ പാസ്റ്റ് ഫോം മെറ്റ് എന്നാണ്. അതുകൊണ്ടാണ് മെറ്റ് ഉപയോഗിച്ചത്. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ നീഡ് ഡാഷ് വാട്ടർ. എ ഫ്യൂ ആണോ എ ലിറ്റിൽ ആണോ? ഉത്തരം എ ലിറ്റിൽ ആണ്. വെള്ളം നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. 1, 2 എന്ന് എണ്ണാൻ പറ്റാത്ത സാധനങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും എ ലിറ്റിൽ എന്നാണ് ഉപയോഗിക്കേണ്ടത്. പേനയോ ബുക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എ ഫ്യൂ എന്ന് പറയാമായിരുന്നു. ഐ നീഡ് എ ലിറ്റിൽ വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം. എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ദുബായിലാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ഇൻ ദുബായ്. ലിവ് ആണോ ലിവ്സ് ആണോ? ഉത്തരം ലിവ്സ് ആണ്. ഇവിടെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെക്കുറിച്ചല്ല പറയുന്നത്. എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ എന്നാണ് പറയുന്നത്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അതുകൊണ്ടാണ് ലിവ്സ് എന്ന് വന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ലിവ്സ് ഇൻ ദുബായ്. എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ദുബായിലാണ്. അവൾ എന്നേക്കാൾ ഉയരമുള്ളവളാണ്. ഷീ ഈസ് ഡാഷ് ദാൻ മീ. ടോൾ ആണോ ടോളർ ആണോ? ഉത്തരം ടോളറാണ്. ഇവിടെ നമ്മൾ രണ്ടുപേരെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്, അതായത് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ടോൾ എന്നല്ല ടോളർ എന്നാണ് പറയേണ്ടത്. കൂടെ ദാൻ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ടോളറാണ് വരേണ്ടത്. ഷീ ഈസ് ടോളർ ദാൻ മീ. അവൾ എന്നേക്കാൾ ഉയരമുള്ളവളാണ്. ഞാനൊരു തെറ്റ് ചെയ്തു. ഐ ഡാഷ് എ മിസ്റ്റേക്ക്. ഡിഡ് ആണോ മെയ്ഡ് ആണോ? ഉത്തരം മെയ്ഡാണ്. ഇംഗ്ലീഷിൽ തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഡിഡ് എ മിസ്റ്റേക്ക് എന്ന് പറയില്ല. എപ്പോഴും മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് വേണം പറയാൻ. അതൊരു പ്രത്യേക നിയമമാണ്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു തെറ്റ് ചെയ്തു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഐ ഹെൽപ്പ് യു. ക്യാൻ ആണോ ഷുഡ് ആണോ? ഉത്തരം ക്യാൻ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കഴിയും എന്ന് പറയാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ഷുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് കഴിയും എന്നല്ലേ പറയേണ്ടത്? ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. ഇഫ് ഐ വാഷ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. വാസ് ആണോ വേർ ആണോ?
ഉത്തരം വേറാണ്. ഇതൊരു നടക്കാത്ത ആഗ്രഹമാണ്. മനുഷ്യനൊരിക്കലും പക്ഷിയാവാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ വെറുതെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വേണം ഉപയോഗിക്കാൻ. അവിടെ വാസ് ഉപയോഗിക്കരുത്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഐ എം ലിസണിംഗ് ഡാഷ് യു. ടു ആണോ വിത്താണോ? ഉത്തരം ടു ആണ്. ശ്രദ്ധിക്കുക അഥവാ ലിസൺ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ ടു ചേർക്കണം. ലിസൺ ടു മീ, ലിസൺ ടു മ്യൂസിക് എന്നൊക്കെയാണ് പറയേണ്ടത്. അല്ലാതെ ലിസൺ വിത്ത് എന്ന് പറയരുത്. ഐ എം ലിസണിംഗ് ടു യു. നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ നീന്താൻ മിടുക്കനാണ്. ഹി ഈസ് ഗുഡ് ഡാഷ് സ്വിമ്മിംഗ്. ഇന്നാണോ ആറ്റാണോ? ഉത്തരം ആറ്റാണ്. ഒരാൾ ഒരു കാര്യത്തിൽ മിടുക്കനാണ് എന്ന് പറയാൻ ഗുഡ് ആറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഗുഡ് ഇൻ സ്വിമ്മിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. ഹി ഈസ് ഗുഡ് ആറ്റ് സ്വിമ്മിംഗ്. അവൻ നീന്താൻ മിടുക്കനാണ്. ഞാൻ ബസ് കാത്തിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഡാഷ് ദ ബസ്. 4 ആണോ 2 ആണോ? ഉത്തരം 4 ആണ്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയോ എന്തിനെങ്കിലും വേണ്ടിയോ കാത്തിരിക്കുമ്പോൾ വെയിറ്റിംഗ് ഫോർ എന്ന് വേണം പറയാൻ. വെയിറ്റിംഗ് ടു ദ ബസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞാൻ ബസ് കാത്തിരിക്കുകയാണ്. പോലീസ് വരുന്നുണ്ട്. ദ പോലീസ് ഡാഷ് കമ്മിങ്. എസ് ആണോ ആരാണോ? ഉത്തരം ആരാണ്. പോലീസ് എന്ന് പറയുന്നത് ഒരാളല്ല, അതൊരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ട് പോലീസ് എപ്പോഴും ബഹുവചനമാണ്. ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ട് ഇസ് പറ്റില്ല, ആർ വേണം ഉപയോഗിക്കാൻ. ദ പോലീസ് ആർ കമ്മിങ്. പോലീസ് വരുന്നുണ്ട്. അവൾ എന്നോട് ദേഷ്യത്തിലാണ്. ഷീ ഈസ് ആംഗ്രി ഡാഷ് മീ. ഓണാണോ വെത്താണോ? ഉത്തരം വെത്താണ്. ഒരാളോട് ദേഷ്യമാണ് എന്ന് പറയാൻ ആംഗ്രി ഓൺ മീ എന്ന് പറയരുത്. ആംഗ്രി വിത്ത് മീ എന്നാണ് ശരിയായ ഇംഗ്ലീഷ്. ഷീ ഈസ് ആംഗ്രി വിത്ത് മീ. അവൾ എന്നോട് ദേഷ്യത്തിലാണ്. ഞാൻ തിങ്കളാഴ്ച വരാം. ഐ വിൽ കം ഡാഷ് മൺഡേ. എന്നാണോ ഓണാണോ? ഉത്തരം ഓണാണ്. ദിവസങ്ങളുടെ പേരിന് മുൻപിൽ, അതായത് മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെ പറയുന്നതിന് മുൻപ് എപ്പോഴും ഓൺ വേണം ചേർക്കാൻ. ഇൻ മൺഡേ എന്ന് ഒരിക്കലും പറയരുത്. ഐ വിൽ കം ഓൺ മൺഡേ. ഞാൻ തിങ്കളാഴ്ച വരാം. എക്സലന്റ്! നിങ്ങൾക്ക് എത്രണ്ണം ശരിയാക്കാൻ കഴിഞ്ഞു? ഈ ക്വിസ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? കൂടുതൽ ക്വിസ് വീഡിയോസ് വേണോ? എന്നോട് കമന്റ്സിൽ പറയണേ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ.